ഒരിടവേളയ്ക്ക് ശേഷം PC കാള അഥവാ BJPയുടെ വന്ധ്യവയോധികനായ ആൺ മറിയക്കുട്ടി വീണ്ടും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ CPM പിണറായി വിശകലനവും അതിനെ സംബന്ധിച്ച് മഞ്ഞൾ ശോഭയുടെ വിലയിരുത്തലുമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായിട്ട് ആരാണ് PC ജോർജ് എന്ന് ആദ്യം മഞ്ഞൾ ശോഭ നിങ്ങളെ പരിചയപ്പെടുത്തും. ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം പരമചെറ്റ. ഓക്കെ, ശോഭ പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. CPMനെയും പിണറായിയും വിലയിരുത്താൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആ കാള ജോർജ് എത്തുകയാണ്. ഈ CPM എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ മാക്സിമം 3 വർഷം. അത് കഴിയുമ്പോൾ തീർന്നു പോകും. ഇതിനപ്പുറത്ത് പോവില്ല, പേടിക്കണ്ട. പേടിക്കുന്നില്ല. പേടിക്കാതെ തന്നെ ഈ വാചകത്തെ വിലയിരുത്താൻ മഞ്ഞൾ ശോഭേച്ചിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്. ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് PC ജോർജിനെ പരമചെറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട PC ജോർജ് സ്വയം അധപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താന്ന് കറുത്ത നിറം കണ്ട പേടി അങ്ങനെ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. ഒരു മാനസിക രോഗിയെ ബഹുമാനോട് മുഖ്യമന്ത്രി മാറിയെന്ന എൻ്റെ അഭിപ്രായം. കറുത്ത കൊടി കൊണ്ട ഭയങ്കര വൈരാഗ്യമാവില്ലേ, ഇങ്ങനെ ഒരു കാലിളകുക, അത് തന്നെ കുഴപ്പമില്ല, മാനസിക വിഭ്രാന്തിയാണ്. ശരി കാളെ, ഈ മാനസിക വിഭ്രാന്തിയെക്കുറിച്ച് വിലയിരുത്താൻ വീണ്ടും നമുക്ക് മഞ്ഞൾ ശോഭേച്ചിയെ വിളിക്കാം. ശോഭേച്ചി, ഈ മനോവിഭ്രാന്തിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്. ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് PC ജോർജിനെ പരമചെറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട PC ജോർജ് സ്വയം അധപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം, ഇത് പറയാൻ ആഗ്രഹിച്ചു വന്നല്ല ഞാൻ. അതായത് കാരണം അയാൾക്ക് പേടിയാണ്. ആൾ അടുത്ത് ചെന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന അയാളുടെ പേടി. അതല്ല എയർ കണ്ടീഷൻ ബസ്സിൽ അയാൾ ഒറ്റയ്ക്ക് കയറിയിരുന്നത്, ആരെയും അടുത്തടുപ്പിച്ചില്ലല്ലോ. ഒരു രോഗിയായി, മാനസിക രോഗിയായിട്ട് കൂടെ മാറിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. സംശയം വേണോ വേണ്ടേ എന്ന് സ്വയം തീരുമാനിക്കാതെ എൻ്റെ പൊന്ന് കാളെ, അതും നമുക്ക് മഞ്ഞൾ ശോഭയോട് തന്നെ ചോദിച്ച് തീർപ്പാക്കാം. ശോഭേച്ചി പ്ലീസ്. ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്. ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് PC ജോർജിനെ പരമചെറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട PC ജോർജ് സ്വയം അധപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, മഞ്ഞളേച്ചി പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. PC ജോർജ് എന്ന് പറഞ്ഞാൽ പരമചെറ്റ ജോർജ് എന്ന് പറഞ്ഞത് ഞാനും അല്ല, പറഞ്ഞത് ഒരു സമുദായ നേതാവ് പരസ്യമായാണ്. അങ്ങനെ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ ഇത് വിളിപ്പിക്കരുതേ എന്ന് മാത്രമേ BJPക്കും കോൺഗ്രസിനും വേണ്ടി ഒരുപോലെ പ്രവർത്തിക്കുന്ന വന്ധ്യവയോധികനായിട്ടുള്ള പുതിയ ആൺ മറിയക്കുട്ടിയോട് പറയാനുള്ളൂ. ഒരിടവേളയ്ക്ക് ശേഷം പുറത്തേക്ക് വന്നിട്ട് എന്നെ 10 പേരെ കാണണമെങ്കിലും കേൾക്കണമെങ്കിലും അവിടെയും വേണം പിണറായി വിജയനും CPMഉം. അല്ലാതെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. അങ്ങനെ നടത്തിയ പ്രതികരണമാണെന്ന് ശോഭേച്ചിയുടെ വിലയിരുത്തലിൽ പറയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളും അത് ആരോപിക്കുന്നില്ല. ജഡ്ജായിരുന്ന ശോഭേച്ചി പറഞ്ഞതിലേക്ക് നമ്മൾ യോജിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നേരത്തെ പറഞ്ഞ അതേ PC ജോർജിൻ്റെ പഴയകാല ഇക്കിളിപ്പെടുത്തുന്ന ഒരു ചെറ്റത്തലം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. എന്താണ് ചക്കടപ്പെണ്ണ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു, അതല്ലാതെ എന്താണ്. ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തുണ്ട്. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു സർ ചെന്നൈയില്. അത് ഈ രാത്രി തിരിച്ചു വന്നു. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം വന്നാൽ മതി, കാണാം നമുക്ക്. നമ്മുടെ ഈ
ഞാനേ ഒരു 9:30 മണി വരെ ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. 9 വരെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലല്ലേ? അതെ, അല്ലെങ്കിൽ ഒരു 10:12 തിരിച്ചു വരും. അപ്പൊ 12 മണിയാകുമ്പോ സാറ് തിരിച്ചു വരും. അപ്പൊ ഞാൻ 12 മണിക്ക് വരട്ടെ, അപ്പൊ സാർ കുറച്ചിട്ട് ഫ്രീ ആവുമല്ലോ? അല്ല വേണം, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്നിട്ട് 12 ഞാൻ വിളിക്കാൻ വരുമ്പോ. വരുമ്പോ വിളിച്ചാൽ സാർ. ഇന്നിവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. വേറെ ആരുണ്ട്? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വരാം. ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്. ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് PC ജോർജിനെ പരമചറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട PC ജോർജ് സ്വയം അധപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.